ശാലേം ബ്രൻ മിനിസ്ട്രിയുടെ ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം തന്ന വൻ കൃപകൾക്ക് നന്ദിയോടെ ദൈവത്തെ ആദ്യമായി സ്തുതിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും ശാലേം ബ്രൻ മിനിസ്ട്രിയുടെ പേരിലുമുള്ള സ്നേഹവന്ദനം ഞാൻ ഈ സമയം അറിയിക്കുന്നു. ഞങ്ങളെ കിടക്കുന്നതായ എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നാം കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതുപോലെ തന്നെ ദൈവത്തെ നമ്മെ നടത്തുന്നത് ഇപ്രകാരമാണെന്ന് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ തുടർഭാഗങ്ങളായി നാം അതിൻ്റെ ബാക്കിഭാഗങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി ഈ സമയം ആലോചിക്കുകയാണ്. നാം ഇപ്പോൾ വായിച്ചു കേട്ട സങ്കീർത്തനങ്ങളുടെ ഭാഗങ്ങൾ 23-ാം അധ്യായം അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതയിൽ നടത്തുന്നു. ഈ സങ്കീർത്തന ഭാഗങ്ങളാണ് നാം കഴിഞ്ഞ എപ്പിസോഡിലേക്ക് നാം വായിച്ചത്. എന്നാൽ അതിനെക്കുറിച്ച് തുടർന്ന് ചിന്തിക്കുവാൻ വേണ്ടി നമ്മൾ രണ്ട് വിഷയം ഇപ്പോൾ ചിന്തിച്ചു. ദൈവം ഒന്നാമതായ ദൈവം തൻ്റെ മക്കളെ നടത്തുന്നു, തൻ്റെ ധാരാളമായ കൃപ മുഖാന്തരം നടത്തുന്നു. രണ്ടാമത് നാം ചിന്തിച്ചു ദൈവം തൻ്റെ കരങ്ങളാണ് നടത്തുന്നത് ചിന്തിച്ചു. മൂന്നാമതായി ചിന്തിക്കുന്നത് തൻ്റെ ശബ്ദത്താൽ ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം കണ്ണുകളാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ഈ സമയം കർത്താവെ ഞങ്ങൾ വചനം കേൾക്കുവാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ തയ്യാറെടുത്തിരിക്കുമ്പോൾ കർത്താവെ പരിശുദ്ധ അമ്മാവെ ഞങ്ങളോട് ഇടപെടുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടുന്ന ആവശ്യമുള്ള കർത്താവെ, അപ്പോൾ അങ്ങ് എന്താണോ കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമായി തരുവാൻ പോകുന്നു കർത്താവ് ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധ ഞങ്ങൾ ഒരുക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സംസാരിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവെ കർത്താവ് അടിയൻ്റെ ഒരു ശബ്ദവും വേണ്ട. അപ്പോൾ കർത്താവ് അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം പരിശുദ്ധമായി ഞങ്ങൾ ഇടയാക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ആയിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധമായി ഞങ്ങൾ ഇടയാക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രകാരം മുന്നോട്ട് നയിക്കുവാൻ പോകുന്ന കൃപകൾക്ക് നന്ദി കർത്താവെ. സകല മഹത്വം വാങ്ങി സകല പുകഴ്ചയും വാങ്ങി തന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. അപ്പോൾ ഇവിടെ നാം വായിച്ചു കേട്ടതായ തുടർമാനമായ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 30-ാം അധ്യായം 21-ാം വാക്യം പറയുന്നത്, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. ഹല്ലേലൂയ. അപ്പോൾ നാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണെങ്കിൽ നാം ഒരു ആവശ്യങ്ങൾ, അതായത് നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ തിരിയുമ്പോൾ, നമ്മുടെ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ആവശ്യമായി നമ്മൾ തിരിയുമ്പോൾ, ഹല്ലേലൂയ, നാം ഏത് വഴിയിൽ കൂടെ പോകണം. ഹല്ലേലൂയ. ഏത് വഴിയിൽ കൂടെ പോയാൽ നാം ജീവിതത്തിൽ വിജയിക്കും, അല്ലെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് കർത്താവ് നമ്മളോട് ഇടപെടും. ഹല്ലേലൂയ. അപ്പോൾ നാം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ വചനാടിസ്ഥാനം ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അപ്രകാരം നാം ജീവിക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു എന്ന് പറയും. ഹല്ലേലൂയ. നാം ഒരു വഴി യാത്രയിൽ പോകുന്നു, നമ്മൾ കടന്നു പോകുന്ന ഒരു യാത്ര പോവുകയാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും കടന്നു പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എൻ്റെ ജീവിതം സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കാരണം ഞാൻ തമിഴ്നാട്ടിലൊരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു പോകുന്ന സമയത്ത് എനിക്ക് മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ആദ്യമായി കടന്നു പോകുന്ന സ്ഥലമാണ്. അവിടെയാണെങ്കിൽ പോയപ്പോൾ റോഡെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ലൊക്കേഷനൊക്കെ അയച്ച് ലൊക്കേഷനായിട്ട് ഏതൊരു ബന്ധവുമില്ല. കാരണം ഞാൻ വിളിച്ചിട്ട് മീറ്റിങ്ങിന് സമയമായി പോയ മീറ്റിങ്ങിൽ കടന്നു പോയ പാസ്റ്ററിനെ വിളിച്ചിട്ടും ഒന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ എനിക്കിത് ആ മീറ്റിങ്ങിൽ എത്തുകയും വേണം. അപ്പോൾ ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ യേശു കർത്താവ് എന്നോട് പറയുകയാണ്, നീ ആ ഭാഗത്ത് തിരിഞ്ഞു പോയി ഇങ്ങനെ പോകാനൊക്കെ പറഞ്ഞു. ഞാൻ ആ ഭാഗത്തൊക്കെ തിരിഞ്ഞു പോയി. ഏകദേശം ചർച്ചിൻ്റെ ഒരു 100 മീറ്ററിന് ഇപ്പുറത്ത് ഒന്ന് എത്തിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞു, അയാൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ ചർച്ച് അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ട് തന്നെ നമ്മെ കൊണ്ടുപോയത്, നാം പരിശുദ്ധാത്മാവിൻ്റെ ആശ്രയിച്ച് പോയി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോട് ചോദിച്ച് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മൾ എത്തിക്കേണ്ട സ്ഥലത്ത് ആരുടെയും ആശ്രയമില്ലാതെ എത്തിക്കും. ഹല്ലേലൂയ. അത്രയും നമ്മുടെ ദൈവം. നാം പലപ്പോഴും പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ്. നാം പലപ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ നമ്മൾ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്നില്ല, ദൈവത്തിന് ആദ്യസ്ഥാനം കൊടുക്കുന്നില്ല. നാം പലപ്പോഴും മറ്റുള്ളതിന് വേണ്ടി നമ്മൾ ലോകത്തിലുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെ മാറ്റിവെക്കുന്നുണ്ട്. അതുകൊണ്ട് അത്രേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കാതിരിക്കുന്നത്, പലതും അടഞ്ഞിരിക്കുന്നത്, തുറക്കാതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെ പുറപ്പെട്ടാലും എന്താവശ്യത്തിന് പോയാലും കർത്താവിൻ്റെ സന്നിധിയിൽ യാചിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും നാം സന്നിധിയിൽ കർത്താവിൻ്റെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ് കൂടെ നിന്ന്, കർത്താവ് നമ്മോട് കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും സന്തോഷമായി ചെയ്ത് നാം തിരിച്ചു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കും. അപ്പോൾ നാം എപ്പോഴും ആശ്രയം വയ്ക്കേണ്ടത് യേശു കർത്താവിൽ മാത്രം ആശ്രയം വയ്ക്കുക. ഒരേ ഒരു ചിന്ത, നമുക്ക് യേശു കർത്താവ് നമ്മുടെ കൂടെ നടക്കണം, യേശു കർത്താവിൻ്റെ കൂടെ സഞ്ചരിക്കണം, യേശുവപ്പൻ്റെ കൂടെ നാം എപ്പോഴും ചാഞ്ഞ് സഞ്ചരിക്കണം, യേശുവപ്പൻ്റെ എൻ്റെ കരം പിടിക്കണം. അപ്രകാരം ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം എല്ലാ സ്ഥലങ്ങളിലും ജയാളിയായി തീരുവാനായി കഴിയും.
അപ്പോൾ നമ്മൾ ഇടത്തോടെ വളർത്തോടെ തിരിയുമ്പോൾ വഴി ഇതാകുന്നുവെന്ന് നടന്നുകൊള്ളുവിനെന്ന് ഒരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കുമെന്ന് വചനം പറയുന്നു. അല്ല, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചെവിയിൽ കേൾക്കുന്നത്? നീ നേരായ പാതയിൽ കൂടെ നീ പോകുന്ന പാത ശരിയാണോ എന്നുള്ള ആ പാത നമ്മൾ നടത്തുന്ന കർത്താവ് നമ്മുടെ ചെവിയിൽ പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത് നമ്മെ അറിയുന്ന കർത്താവായതുകൊണ്ടാണ് നമ്മുടെ സംസാരിക്കുന്നത്. കാരണം നമ്മൾ കർത്താവിനോട് കൂടി നടക്കുമ്പോൾ യേശു കർത്താവ് നമ്മൾ സംസാരിക്കുകയാണ്. അവർ സങ്കീർത്തനം 32 തൻ്റെ കണ്ണുകൊണ്ട് ദൈവം നമ്മെ നടത്തുന്നു. തൻ്റെ കണ്ണുകൊണ്ട് ദൈവം നമ്മൾ നടന്നു പറയുന്നു. സങ്കീർത്തനം 32 8 വാക്യം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനം 32 8 വാക്യം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴിയെ നിനക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ കർത്താവ് എന്താ യേശു കർത്താവ് നമുക്ക് നീ ഏത് വഴി പോകണം, നമ്മളൊരു വഴി യാത്ര പോകുമ്പോൾ ഈ യാത്രയിൽ നീ പോകണമോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി നമ്മൾ കോൺടാക്റ്റ് ആകുകയാണ്, ഒരു വ്യക്തിയുമായി നമ്മൾ കൂട്ടുപിടിക്കുകയാണ്, ആ വ്യക്തി നല്ലൊരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മൾ ആത്മീയ നഷ്ടപ്പെടുന്നത്, നമ്മുടെ ആത്മീയ കൂട്ടായ്മ പലപ്പോഴും ആത്മീയ നഷ്ടപ്പെടാൻ കാരണം നമ്മുടെ കൂട്ട് പ്രകാരമാണെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആത്മീയമായ വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോകപരമായ വ്യക്തികളുടെ പിന്നാലെ കൂട്ടുകൂടി അവരുടെ തോളിൽ കൂടെ കൈയിട്ട് കടന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ലോകപരമായ ചിന്തകളിലേക്ക് നമ്മൾ കടന്നു പോകും. എന്നാൽ നമ്മൾ എപ്പോഴും ആത്മീയമായി ജീവിക്കുമ്പോൾ ആത്മീയമായ ആൾക്കാരുമായി കൂട്ടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യണം. നമ്മൾ ആത്മീയത ഉള്ള ആൾക്കാരുമായി പ്രാർത്ഥനയുള്ള കൂട്ടായ്മയുള്ള ആൾക്കാരുമായും പ്രാർത്ഥനയുള്ള കൂട്ടായ്മകളും പങ്കെടുത്ത് ദൈവസന്നിധിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. നേരെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ തന്നെ ആരാധിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഈ ലോകപരമായ ചിന്ത ലോകത്തിൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തികളുടെ മേൽ കൂടെ നടന്ന് അപ്രകാരം ചിന്തകളും സംസാരിച്ചും ചിന്തകളും കൂടെ നടന്നു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ ഒരിക്കലും ഇരിക്കത്തില്ല. അപ്പോൾ നാം അപ്രകാരമായിരിക്കണം. അപ്പോൾ നമ്മൾ നടക്കേണ്ട നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് നമ്മുടെ മേൽ ദൃഷ്ടി നമ്മുടെ ഓരോ ചലനം കൂടെ കർത്താവ് നമ്മുടെ യേശു കർത്താവ്. നാം പലപ്പോഴും ലോകത്ത് ചിന്തിക്കാറുണ്ട്, പലപ്പോഴും നാം ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, എന്നെ കേട്ടുള്ള ചില വ്യക്തികൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ചിലപ്പോൾ ഭർത്താക്കന്മാർ ചിന്തിക്കാറുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഭാര്യമാർ അറിയുന്നില്ല, ഭാര്യമാർ ചിന്തിക്കാറുണ്ട്, ഭാര്യമാർ പറയുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഭർത്താവ് അറിയുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചിന്തിക്കാറുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ മാതാപിതാക്കൾ അറിയുന്നില്ല. അപ്പോൾ അപ്രകാരം ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തികളുണ്ട്. എന്നാൽ നമ്മെ ദൃഷ്ടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവാണ്. നാം ഈ ലോകത്തിലെ ഓരോ ചലനങ്ങളും നമ്മുടെ ഓരോ ചിന്തകളും ഓരോ പ്രവൃത്തികളും വളരെ വ്യക്തമായി അന്വേഷിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. ആ കർത്താവ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ലോകത്തിൽ ആരെയൊക്കെ മറച്ചാലും നമ്മുടെ കർത്താവിനെ മറക്കാൻ കഴിയത്തില്ല. അപ്പോൾ നാം എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ദൃഷ്ടി വെച്ച് നോക്കുന്നതിന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെപ്പോഴും താണിരിക്കണം. അവൻ പറയുന്ന കർത്താവിൻ്റെ വചനാടിസ്ഥാന പ്രകാരം നമ്മൾ ജീവിതം നയിക്കുവാൻ വേണ്ടി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണം. നമ്മൾ വചനാടിസ്ഥാനത്തിൽ ജീവിക്കണം. വചനത്തെ വിട്ട് ഇടത്തോട്ടോ വളർത്തോട്ട് തിരിയുവാനായി പാടില്ല. തിരിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വൻ പ്രയാസങ്ങളും നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അത്ര ഈ പ്രശ്നങ്ങൾ കടന്നു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം കർത്താവിൻ്റെ പിന്നാലെ നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നാം ഇന്നും ഒരു തീരുമാനമെടുക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നാം കർത്താവ് നടക്കുന്ന വഴിയെ നമ്മൾ സഞ്ചരിക്കും. കർത്താവിൻ്റെ പിന്നാലെ നമ്മൾ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ കർത്താവിനെ ആരാധിക്കണമെന്ന് നമ്മൾ ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീരുമാനമെടുക്കണം. ഞാൻ വളരെ പെട്ടെന്ന് ചിന്തിച്ച് പോവുകയാണ്. 5ാമതായി ചിന്തിക്കുന്നത് നമ്മളെ തൻ്റെ ആത്മാവിനാൽ നമ്മൾ കർത്താവ് മുമ്പോട്ട് നടത്തുന്നു. നമ്മൾ കർത്താവ് നമ്മൾ നടത്തുന്ന ആത്മാവിനാൽ നടത്തുമെന്ന് പറയും. നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ നടത്തുന്നു. റോമൻ്റെ അധ്യായം 8-ാം വാക്യം പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവനും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് റോമൻ വചനം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്ന മക്കൾ എപ്പോഴും ദൈവത്തിൻ്റെ മക്കളായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവാത്മാ പ്രകാരമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവമക്കളായി തീർന്നു എന്ന് വചനം പറയുന്നു. അപ്പോൾ നാം ജീവിതം നയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നടത്തുമ്പോൾ നാം ദൈവത്തെ നിൽക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കും, സംസാരിക്കും, നമ്മൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ഈ ലോകപരമായി ചിന്തിക്കുമ്പോൾ ലോകത്തിലെ പല ചിന്തകളിലും ലോകത്തിൻ്റെ പല ഇമ്പങ്ങളിലും പല ചിന്തകളിലേക്ക് നമ്മളെ ചിന്തകൾ കടന്നു പോകാറുണ്ട്. എന്നാൽ ഈ പകൽക്കാലം നമ്മൾ തീരുമാനമെടുക്കണം. കർത്താവിൻ്റെ നമ്മൾ വചനാർത്ഥം ജീവിക്കുമ്പോൾ എപ്പോഴും നാം കർത്താവിൻ്റെ മക്കൾ, നമ്മളെ കാണുന്നവർ പറയണം അവൻ യേശുവിൻ്റെ കുഞ്ഞാണെന്ന് പറയണം. അപ്രകാരമുള്ള മാതൃകയുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ എട്ടിയെടുക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവം അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നടത്തും. അതുപോലെ 6-ാമത്തെ പറഞ്ഞ തൻ്റെ വചനത്താൽ ദൈവം നമ്മൾ നടത്തും. സങ്കീർത്തനം 119:105 പറയുന്നു, എൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു എന്ന് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയുന്നു, തൻ്റെ സങ്കീർത്തനം 119:105 വാക്യം പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, അതെൻ്റെ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ പാതകൾ ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പാതകൾക്കൊക്കെയും കർത്താവിൻ്റെ വചനം എൻ്റെ കാലിൻ്റെ ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. നാം സഞ്ചരിക്കുന്ന പാതയിൽ ഒരു പ്രകാശരൂപിതമായ പാതയിൽ സഞ്ചരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ മുന്നോട്ട് നയിക്കും. ഹല്ലേലൂയ. അപ്രകാരം നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. 120-ാം സങ്കീർത്തനം പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ നിന്നെ സമ്മതിക്കുകയില്ല,
നിന്നെ കാക്കുന്നതിന് മയങ്ങുകയുമില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മെ പരിപാലിക്കുന്നവ കർത്താവ് മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല എന്നിവിടെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ പറയുന്നുണ്ട്, നിന്നെ കാക്കുന്നവന് മയങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയുമില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി നമ്മെ നോക്കിക്കൊണ്ട് ഉറങ്ങാതെയും മയങ്ങാതെയും നമ്മളെ പരിപാലിക്കുന്നതുകൊണ്ട് അത്രേ നാം ഈ ലോകത്തിൽ എന്നും ആരോഗ്യവാനായി ജീവിക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാത്തവർ ലോകത്തിൽ നിന്ന് മാറ്റിയപ്പെട്ടപ്പോൾ എന്തുകൊണ്ടത് നാം നിൽക്കുന്നത്? കഴിഞ്ഞ കാലത്തൊക്കെയും കൊറോണ പോലുള്ള ഭയങ്കരമായ വ്യാധികളിലൂടെ കടന്നു വന്നപ്പോൾ എത്രയോ മഹത്തായ വ്യക്തികൾ, നമ്മളെക്കാളും എത്രയോ അറിയപ്പെട്ട വ്യക്തികളൊക്കെയും ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടു. എന്തുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന കർത്താവ് മയങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല. അപ്രകാരമുള്ള കർത്താവിനത്തെ നാം ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. നാം ആരാധിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവാണ്. നമ്മൾ ഉറങ്ങാത്ത കർത്താവ്, മയങ്ങാത്ത കർത്താവ്, നമ്മളെ എപ്പോഴും പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യേശു കർത്താവിനാണ് നാം ആരാധിക്കുന്നത്. ആ യേശു കർത്താവിൻ്റെ പിന്നാലെ ഞാൻ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. ആ യേശു കർത്താവിൻ്റെ വചനപ്രകാരം ഞാൻ ജീവിതം മുന്നോട്ട് നയിക്കും. അപ്രകാരം വേണ്ടി തീരുമാനമെടുക്കുന്ന ചില വ്യക്തികളെ ഈ സമയം എന്നെ കർത്താവ് കാണിക്കുകയാണ്. അപ്രകാരം തീരുമാനമെടുക്കുന്ന വ്യക്തികളുടെ മേലെ എൻ്റെ കർത്താവിൻ്റെ കരം ഈ സമയം സ്പർശിക്കുവാൻ പോകുന്ന പകൽക്കാലം അത്രേ. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടി കർത്താവ് വചനം ഏറ്റെടുത്തുകൊണ്ട് ഹല്ലേലൂയ ഞാൻ കർത്താവിനെ ജീവിക്കും, കർത്താവിൻ്റെ വചനാടിസ്ഥാനം കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവിൻ്റെ വചനാടിസ്ഥാനം ജീവൻ തീരുമാനമെടുത്ത ചില വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന പകൽക്കാലം അത്രേ. നമുക്ക് എപ്രകാരമുള്ള വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ കർത്താവേ, ഈ സമയം കർത്താവ് ഞങ്ങൾ വായിച്ചു കേട്ട വചനപ്രകാരം കർത്താവേ, കർത്താവ് നമ്മളെ പരിപാലിക്കുന്നവനെ യേശു കർത്താവ് മയങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല. അപ്രകാരമുള്ള എൻ്റെ യേശു കർത്താവിനെ നാം ആരാധിക്കുമ്പോൾ പരിശുദ്ധ പിതാവേ, ഈ പകൽക്കാലം കർത്താവ് ഈ മക്കളുടെ മേൽ അങ്ങനെ കരം ഐക്യമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനടിസ്ഥാന പ്രകാരമുള്ള ജീവിതം നയിപ്പാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ ദൈവമേ കർത്താവെ പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും സകല പുകഴ്ചയും ആരംഭിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.